ഇനി എന്തൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും ചൂട് ചോറിന്റെ കൂടെ ഈ ചെമ്മീൻ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയല്ലേ. ആന്നേ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സെയിം സംഭവമാണ് കേട്ടോ. അതും എന്റേതായ രീതിയിൽ എങ്ങനെയാണ് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ടൊരു 3-4 ചുവന്നുള്ളി അങ്ങോട്ട് ഇടുക. പിന്നെ പുളി നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം എന്താ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാലേ, നമ്മൾ ഈ ചുട്ടരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീലിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇനി ആ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. കരിച്ചെടുക്കരുത്. അതുകൊണ്ട് ഫ്ലെയിം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ദാണ്ട് ഇളക്കി ഈ ഒരു കളറിലൊക്കെ ആക്കി എടുക്കണം കേട്ടോ. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മളുടെ ഉണക്ക ചെമ്മീൻ ദാണ്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണേ. അങ്ങ് ഫൈനായിട്ട് പൊടിയണ്ട, ഇതുപോലെ ചെറിയ തരികളൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങ ഒരു ജാറിലേക്ക് ഇട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഇഞ്ചി ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇനി നമ്മൾ ഇതാണ്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് എടുക്കുക. ഉപ്പ് സൂക്ഷിച്ചിടണം, നമ്മുടെ ഉണക്ക ചെമ്മീന് കുറച്ച് ഉപ്പുണ്ടല്ലോ. എന്നിട്ട് ഇത് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനില്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂണൊന്നും ഉപയോഗിക്കരുത്, കൈകൊണ്ട് ദാണ്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു അടിപൊളി മണം വരും കേട്ടോ. അപ്പം എന്തായാലും ഈ ചമ്മന്തി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിക്കണേ എൻ്റെ സാറേ. അപ്പം നമ്മുടെ ഒരു വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ ബൈ.